ഒന്ന് ഈ ചോദ്യം വായിച്ചിട്ടിരിക്കും. സാധാരണ ഇതുപോലത്തുള്ള ചോദ്യങ്ങളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ ഈ ചോദ്യത്തില്. എന്തായാലും വായിച്ചിരിക്കുക. എന്താ ചോദ്യം? ദി കോസ്റ്റ് ഓഫ് 5 pencils and 2 pens is 60. The cost of 3 pencils and 4 pens is 85. എന്താ പറഞ്ഞത്? ഇവർ എക്സാമ്പിൾ ആയിട്ട് രണ്ട് കുട്ടികളുടെ വിചാരിക്കാം. ആദ്യത്തെ കുട്ടി ഒരു കടയിൽ പോയിട്ട് 5 പെൻസിലും 2 പേനയും മേടിച്ചു. ആ കുട്ടിക്ക് 60 രൂപ ആയി. രണ്ടാമത്തെ കുട്ടി എന്താ ചെയ്തത്? രണ്ടാമത്തെ കുട്ടി പോയിട്ട് 3 പെൻസിലും 4 പേനയും മേടിച്ചത്. ഈ കുട്ടി 5 പെൻസിലും 2 പേനയും മേടിച്ചപ്പോ രണ്ടാമത്തെ കുട്ടി 3 പെൻസിലും 4 പേനയാണ് മേടിച്ചത്. രണ്ടാമത്തെ കുട്ടിക്ക് 85 രൂപയായി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ? അങ്ങനെയാണെങ്കിൽ പെൻസിലിന്റെ പൈസയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി കഴിയും? 5 പെൻസിലും 2 പേനയും മേടിച്ചാൽ 60, 3 പെൻസിലും 4 പേനയും മേടിച്ചാൽ 85. അങ്ങനെയാണെങ്കിൽ ഒരു പെൻസിലിന്റെ പൈസ എത്രയാണെന്ന് ചോദ്യം. എങ്ങനെ കണ്ടുപിടിക്കാം? ഏറ്റവും ആദ്യം ഇതുപോലുള്ള കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മാത്സിൻ്റെതായിട്ടുള്ള ഒരു ഭാഷ ഉണ്ടല്ലോ. നമ്മള് എക്സും വൈയും അല്ലെങ്കിൽ എയും ബി ഒക്കെ വെച്ചിട്ട് എഴുതാനുള്ള രൂപം, ആ രൂപത്തിൽ ഇതുപോലുള്ള കണക്കുകൾ നമ്മൾ എഴുതാൻ വേണ്ടി നോക്കണം. അതെങ്ങനെ എഴുതുക? 5 പെൻസിലും 2 പേനയും എന്നാ പറഞ്ഞത് അല്ലേ? 5 എന്തുണ്ട്? പെൻസിലുണ്ട്. പെൻസിലിന്റെ പൈസ എന്താ നമുക്കറിയില്ല. അതുപോലെ എന്തുണ്ട്? 2 പേനയുണ്ട്. 2 എന്തുണ്ട്? 2 പേനയുണ്ട്. പേനയുടെ പൈസ എന്താ നമുക്കറിയില്ല. ഇതാണ് പെൻസില്, ഇതാണ് പേന. 5 പെൻസിലും 2 പേനയും രണ്ടും കൂടെ മേടിച്ചപ്പോ ടോട്ടൽ എത്ര എന്ന് പറയുന്നുണ്ട്? 60 ആണെന്ന് പറയുന്നുണ്ട്. രണ്ടും കൂടെ മേടിച്ചപ്പോ ടോട്ടല് 60. സെറ്റ്. രണ്ടും കൂടെ കൂട്ടിയാൽ ടോട്ടൽ 60. പെൻസിലിന്റെ പൈസ എത്ര നമുക്ക് അറിയില്ല, പേന്റെ പൈസ എത്ര നമുക്ക് അറിയില്ല അല്ലേ? അറിയാത്ത ആൾക്കാരെ പോലെ നമ്മൾ എന്താ ചെയ്യാ? ഏതെങ്കിലും ലെറ്റർ എടുക്കും അല്ലെ? ABCDEFG അതിലുള്ള ഏതെങ്കിലും ലെറ്റർ എടുത്താൽ മതി. അപ്പോ പെൻസിലിന്റെ പൈസ എത്ര നമുക്ക് അറിയില്ല. അപ്പൊ ഏതെങ്കിലും ലെറ്റർ പെൻസിലിന്റെ പൈസ ആയിട്ട് ആലോചിക്കാം. വേണമെങ്കിൽ എക്സ് എടുക്കാം, വൈ എടുക്കാം, എ എടുക്കാം, ബി എടുക്കാം, ഇഷ്ടമുള്ള ലെറ്റർ എടുക്കാം. മാറിപ്പോകുന്ന ലെറ്റർ ഞാൻ എ എടുക്കാണേ. ഞാൻ പെൻസിലിന്റെ പൈസ എ എടുക്കാൻ വേണ്ടി പോവാണ്. അധികം വേണ്ട, അതെടുക്കാം, എടുക്കാം. പെൻസിലിന്റെ പൈസ ഞാൻ എ എടുക്കാൻ വേണ്ടി പോവാണ്. പെൻസിലിന്റെ പൈസ എ ആണെങ്കിൽ 5 പെൻസിലിന്റെ പൈസ 5. അത്രേ ഉള്ളൂ. ഇനി ഇവിടെ നോക്കേ. ഇനി പേനയുടെ പൈസ അതെത്ര നമുക്ക് അറിയില്ല. ഞാൻ അതും എ എടുക്കട്ടെ? എടുക്കാൻ പറ്റൂല. പെൻസിലിന്റെ പൈസ നമ്മൾ എ എടുത്തു. പെൻസിലിന്റെ പൈസയും പേനയുടെ പൈസയും സെയിം ആണെന്ന് ചോദിച്ചു പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് എ എടുത്താല് ഇതും എ എടുക്കണമെങ്കിൽ രണ്ടിനും പൈസ സെയിം ആയിരിക്കണം. അപ്പൊ ഇത് എയും മറ്റതും എ തന്നെ എടുക്കാം, കാരണം രണ്ടും സെയിം ആണ്. പക്ഷേ ഇവിടെ രണ്ടും സെയിം ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പെൻസിലിന്റെ പൈസ എ എടുത്തു കഴിഞ്ഞാല് പേനയുടെ പൈസ വേറെ ഏതെങ്കിലും ലെറ്റർ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെടുക്കാൻ വേണ്ടി പറ്റും? വേണമെങ്കിൽ ബി എടുക്കാം. പേനയുടെ പൈസ ഞാൻ ബി എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ 2 പേനയുടെ പൈസ 2 ബി. അത്രേ ഉള്ളൂ. അപ്പൊ 5 പെൻസിലിന്റെ പൈസ 2 പേനയുടെ പൈസ രണ്ടും കൂടെ കൂട്ടിയാല് 60 ആണ് പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കുട്ടിയുടെ കണക്ക് നമുക്ക് ഇതുപോലെ എഴുതി നോക്കാം. രണ്ടാമത്തെ കുട്ടി എന്താ മേടിച്ചത്? 3 പെൻസിലും 4 പേനയാണ് മേടിച്ചത്. അപ്പൊ പെൻസിൽ നമ്മൾ ഏന്നാ വിളിച്ചത്. അപ്പൊ രണ്ടാമത്തെ കുട്ടീന്റെ കണക്ക് പറയുമ്പോ 3 പെൻസിലാവുമ്പോ 3 എന്ന് തന്നെ പറയണം കേട്ടോ. കാരണം പെൻസിൽ നമ്മൾ ഏന്നാ വിളിച്ചത്. അപ്പൊ രണ്ടാമത്തെ കുട്ടീനെ പോയിട്ട് നിപ്പി എന്ന് പറയരുത് പെൻസില്. ആദ്യത്തെ കുട്ടിയില് നമ്മൾ പെൻസിലിന്റെ പൈസ ഏന്നാ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് പെൻസിലിന്റെ പൈസ ഏ തന്നെ പറയണം. അല്ലാതെ രണ്ടാമത്തെ കുട്ടി മേടിക്കുമ്പോ പെൻസിലിന്റെ പൈസ വേറെ ആയി പോകൂല. ആദ്യത്തെ കുട്ടി മേടിച്ച പെൻസിലിന്റെ പൈസ എന്താണോ അത് തന്നെയാണ് രണ്ടാമത്തെ കുട്ടി മേടിക്കുമ്പോഴും. അപ്പൊ ആദ്യത്തെ കുട്ടി മേടിച്ചപ്പോഴുള്ള പെൻസിലിന്റെ പൈസ ഏ എടുത്താല് രണ്ടാമത്തെ കുട്ടി മേടിക്കുമ്പോഴും പെൻസിലിന്റെ പൈസ ഏ തന്നെ എടുക്കണം. ആദ്യത്തെ കുട്ടി 5 എ ആ മേടിച്ചത്, 5 പെൻസിലാണ് മേടിച്ചത്. രണ്ടാമത്തെ കുട്ടി 3 എ മേടിച്ചത്, 3 പെൻസിലാണ് മേടിച്ചത്. 3 പെൻസിലും എന്താ? ബി എന്താ മേടിച്ചത്? 2 പേനയാണ് ആദ്യത്തെ കുട്ടി മേടിച്ചത്. രണ്ടാമത്തെ കുട്ടി എന്താ? 4 പേനയാണ് മേടിച്ചത്. അപ്പൊ 4 ബി അല്ലെ? ബി ആണ് പേനയാണ് നമ്മൾ എടുത്തത്, പേനയുടെ പൈസ. 4 പേന മേടിക്കുമ്പോ 4 ബി. രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയെന്ന് പറയുന്നുണ്ട്? ഇത് രണ്ടും കൂടെ കൂട്ടി കഴിഞ്ഞാല് 85 ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ 5 പെൻസിലും 2 പേനയും മേടിച്ചപ്പോ 60, 3 പെൻസിലും 4 പേനയും മേടിച്ചപ്പോ 85. ഇതാണ് നമ്മുടെ കണക്കുകൾ അല്ലേ? ഇത് നമുക്ക് ഒന്നാമത്തെ കണക്ക് എന്ന് പറയാം. ഇത് രണ്ടാമത്തെ കണക്ക് എന്ന് പറയാം. ഇത് ഒന്നാമത്തെ കുട്ടീന്റെ കണക്ക്, രണ്ടാമത്തെ കുട്ടീന്റെ കണക്ക്. അല്ലെങ്കിൽ ഇത് ഒന്നാമത്തെ ഇക്വേഷൻ, രണ്ടാമത്തെ ഇക്വേഷൻ, എങ്ങനെയാണെങ്കിൽ പറയാം. ഒന്നാമത്തെ കണക്ക്, രണ്ടാമത്തെ കണക്ക്, 2 കണക്കുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ബാക്കി നമ്മൾ ചെയ്യണം അല്ലേ? ഇതുപോലുള്ള ഏത് കണക്ക് തന്നു കഴിഞ്ഞാലും ആരെങ്കിലും സെയിം ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അതായത് ഇവിടെയുള്ള എന്റെ എണ്ണും ഇവിടെയുള്ള എന്റെ എണ്ണും സെയിം ആണോ നോക്കാം. സെയിം ആണോ? ഇവിടെ 5 എ ആണ്, ഇവിടെ 3 എ ആണ്. സെയിം അല്ല.
ഒരു ഭാഗത്ത് 5 മറ്റേ ഭാഗത്ത് 3. അങ്ങനെ ബി എങ്കിലും സെയിം ആണോ നോക്കാം നമുക്ക്. ഇവിടെ 2 ബി ആണ്, ഇവിടെ 4 ബി ആണ്. ബിയും സെയിം അല്ല. എയും ബിയും മാത്രമേ ഉള്ളൂ നമുക്ക് അറിയാത്ത ആൾക്കാര്. അതിൽ അറിയാത്ത ആൾ ആരെങ്കിലും ആദ്യത്തെ കണക്കിൽ അത്രയും എണ്ണം തന്നെ രണ്ടാമത്തെ കണക്കിലുണ്ടോ നോക്കുക. അങ്ങനെ നോക്കിയപ്പോ എന്താ സെയിം ആയിട്ടുള്ള ആരും ഇല്ല. എ സെയിം ഉണ്ടോ നോക്കി, എ സെയിം അല്ല. ബി സെയിം ഉണ്ടോ നോക്കി, ബി സെയിം അല്ല. ഇനി വേറെ ലെറ്ററുകളൊന്നും ഇല്ല, വേറെ ആൾക്കാരൊന്നും ഇല്ല. ഇപ്പൊ ഇവിടെ എ വരുമ്പോ ഇവിടെ എ. അങ്ങനെ ഒരേ ആൾക്കാരെ എണ്ണം സെയിം അല്ല രണ്ട് ഇക്വേഷനിൽ നോക്കുമ്പോന്നുണ്ടെങ്കിൽ ഇതുപോലെ കണക്കുകൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ചെയ്യാൻ കഴിയൂല, പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയോ? ഒരേപോലുള്ള ആൾ ഇല്ലെങ്കിൽ അതിലുള്ള ആളെ ഒരേപോലെ ആക്കാൻ നോക്കുക. 3 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആക്കാൻ വേണ്ടി കഴിയും? ഇല്ല. ഒരു 3 3 2 3 6 5 അതിന്റെ ഇടയില 5 ആക്കാൻ കഴിയൂല. അപ്പൊ അങ്ങനെ ബീനെ സെയിം ആക്കാൻ വേണ്ടി കഴിയും നോക്കാം. ഇവിടെ 2 ബി ആണത്, ഇവിടെ 4 ബി ആണ് അല്ലേ. 2 ചെറുത്, ചെറിയ ആളെ വലിയ ആളാക്കാൻ വേണ്ടി പറ്റും നോക്കുക. അതായത് 2നെ 4 ആക്കാൻ വേണ്ടി പറ്റും നോക്കുക. 2 ബി എന്നുള്ളത് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 4 ബി ആക്കാൻ വേണ്ടി പറ്റുമോ? 2 ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആകുമോ? ആവും. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതെന്താ 4 ആയിട്ട് മാറും. ഇവിടെ ഉള്ള ആള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ആള് ഇതിന് ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ ഒരേ ആള്, അതായത് ഇവിടെയും പേനയാണ് ഇവിടെയും പേനയാണ്, ഓരോ എണ്ണം സെയിം ആക്കാൻ നോക്കുക. 2 കണക്കിലും സെയിം അല്ലെങ്കിൽ സെയിം ആക്കാൻ നോക്കുക. ഇവിടെ 2 ഉള്ളു, ഇവിടെ 4 2നെ 4 ആക്കാൻ വേണ്ടി കഴിയും. ചെറുതിനെ വലുതാക്കാൻ വേണ്ടി കഴിയുമോ എങ്ങനെ നോക്കുക? ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാവോ എന്നാണ് നോക്കേണ്ടത്. 2ന് എന്താ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ആയിട്ട് മാറും. അതായത് ഇവിടെ ഉള്ള ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഉള്ള ആളായിട്ട് മാറും അല്ലെ. 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 4 ആയിട്ട് മാറും. അപ്പൊ ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതാക്കാൻ വേണ്ടി ഒരു കാര്യം പ്രത്യേകം ആലോചിക്കാം. ഒരു ഇക്വേഷനിലുള്ള ഒരാള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്ലസും മൈനസും ഒക്കെ വരുമല്ലോ. അതിന്റെ ഇടയിലുള്ള എല്ലാരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ പ്ലസിന്റെ ഇടയിലുള്ള ആളാണ് 5 എയും ഇവിടെ 2 ബി ഒക്കെ അല്ലെ. ഒരു ഭാഗത്തുള്ള ആള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഇടയിലുള്ള എല്ലാരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പ്ലസിന്റെ ഇപ്പുറത്തുള്ള ആൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പുറത്തുള്ള ആളും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ ആലോചിക്കുക. അത് 2 ബി നമ്മള് 4 ബി ആക്കാൻ വേണ്ടിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ ഉള്ള ആള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ ഉള്ള ആള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 5 എയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 ബി 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 2 ബി എന്ന് വെച്ചാൽ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ഇൻറ്റു ബി എന്നാണ്. ഒരു നമ്പറും ലെറ്ററും അടുത്തടുത്ത് വരുമ്പോ അതിനിടയിൽ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം എന്ത് ശരിക്കും? മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം വരുമ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കാത്തതാണ്. 2 ബി എന്ന് വെച്ചാൽ 2 ഇൻറ്റു ബി എന്നാ. ഇതെന്താണ് 2 ഇൻറ്റു ബി ആണിത്. അതിൽ 2 ഇൻറ്റു 2 ആദ്യം ചെയ്താൽ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്യുമ്പോൾ ഒന്നും ആവശ്യമില്ലല്ലോ. 2 ഇൻറ്റു 2 ആദ്യം ചെയ്താൽ 4 ആവും. 4 ബി എന്നായിട്ട് മാറും ഇത് അല്ലെ. ഇതെന്തായിട്ട് മാറും? 4 ബി സെറ്റ് 4 ബി. അതുപോലെ 2 ഇൻറ്റു 5 ഇൻറ്റു എ എന്തായിട്ട് മാറും? ഇതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നണ്ടേ. 2 ഇൻറ്റു 5 ഇൻറ്റു എ എന്നുള്ളത് 2 ഇൻറ്റു 5 10 ആണ്. 10 എ ആയിട്ട് മാറും. 10 എ ആയിട്ട് മാറും. അപ്പൊ എന്താണ് 10 എ പ്ലസ് 4 ബി ഈക്വൽ ടു 60. അതാണ് നമ്മൾ ഈക്വേഷൻ ആയിട്ട് മാറുക. വീണ്ടും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഈക്വൽറ്റിന്റെ അപ്പുറത്തുള്ള എല്ലാരും നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ. ഈക്വൽറ്റിന്റെ അപ്പുറത്തുള്ള ആളെ നമ്മൾ തൊട്ടിട്ടില്ല. അങ്ങനെ പറ്റൂല. ഈക്വൽറ്റിന്റെ ഇപ്പുറത്തുള്ള എല്ലാരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാല് അപ്പുറത്തുള്ള ആളും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അവിടെ എന്ത് ചെയ്യണം? 60നെ നമ്മള് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാണ് സെറ്റ് ആവും. എന്താണ് ഈക്വൽറ്റിന്റെ ഇപ്പുറത്തുള്ള ആള് ഒരാളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഇടയിൽ പ്ലസ് മൈനസ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഇടയിലുള്ള എല്ലാരും 2 കൊണ്ട് മൾട്ടിപ്ലൈ. പ്ലസ് മൈനസ് വരുന്നില്ലെങ്കിൽ ഇൻഡു ഒക്കെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈക്വൽറ്റിന് ഇപ്പുറത്തുള്ള ആരെങ്കിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഈക്വൽറ്റിന്റെ അപ്പുറത്തുള്ള ആളെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അത് ആലോചിക്കാം. അപ്പുറത്തുള്ള 60ന് എന്താ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 60ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ 120 ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ എന്തായി? ഒന്നും കൂടെ വലുതായി. എല്ലാവരും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വന്നു. എന്തിനാ ചെയ്തത്? ഉത്തരം കണ്ടുപിടിക്കാൻ ഇത് ചെയ്താൽ പെട്ടെന്ന് കഴിയും. ഇങ്ങനെ ചെയ്തപ്പോ നോക്കിക്കേ, ഈ ബികളുള്ള ആൾക്കാർ എന്തായി? സെയിം ആയിട്ട് മാറി. ഇവിടെ 4 പേനയായി, ഇവിടെ 4 പേനയായി. പേനയായിരുന്നു നമ്മൾ ബി എടുത്തത്. ഇവിടെ 4ആയി, ഇവിടെ 4ആയി. അങ്ങനെ ഒരു നമ്പർ ഒരാള് സെയിം ആയി കഴിഞ്ഞാൽ, ബികളുടെ സെയിം ആയി അല്ലേ, ഒരാൾ സെയിം ആയി കഴിഞ്ഞാല് അയാളെ മുമ്പിലുള്ള ചിഹ്നങ്ങൾ നോക്കുക. ഇപ്പൊ ഈ 4 ബിന്റെ മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണ്, ഈ 4 ബിന്റെ മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണ്. അങ്ങനെ സെയിം ആയിട്ടുള്ള ആൾക്കാരെ മുമ്പിലുള്ള ചിഹ്നങ്ങൾ സെയിം ആണെങ്കിൽ
സെയിം ആയിട്ടുള്ള ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഇക്വേഷൻ നിന്ന് രണ്ടാമത്തെ ഇക്വേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഇതിന് ഉത്തരം കാണാൻ എളുപ്പമാണ്. ആ സെയിം ആയിട്ടുള്ള ആൾക്കാരെ ക്യാൻസൽ ആക്കാൻ പറ്റുന്നല്ലോ. മുമ്പിലുള്ള ചിഹ്നങ്ങൾ സെയിം ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓരോ രണ്ടാളും ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് കുറയ്ക്കാൻ വേണ്ടത്. അപ്പൊ മുമ്പിലുള്ള ചിഹ്നങ്ങൾ വേറെ ആണെങ്കിലോ, ഇതിന് മുമ്പിൽ പ്ലസും ഇതിന് മുമ്പിൽ മൈനസും ആണെങ്കിലോ ചിഹ്നങ്ങൾ വേറെ ആണെങ്കിൽ സെയിം ആയിട്ടുള്ള ആൾക്കാരുണ്ട് പക്ഷെ ചിഹ്നങ്ങൾ വേറെയാണ്. അങ്ങനെയാണ് എന്താ ചെയ്യേണ്ടത് അറിയോ? ആ രണ്ട് ഇക്വേഷനുകളും കൂട്ടാട്ടോ വേണ്ടത്. മുമ്പിൽ ചിഹ്നങ്ങൾ വേറെ വേറെ ആയിട്ടുള്ള ആൾക്കാർ കൂട്ടുമ്പോഴാണ് ഒരു ക്യാൻസൽ ആയി പോവുക, 0 ആയിട്ട് മാറുക കേട്ടോ. സെയിം ആയിട്ടുള്ള ചിഹ്നങ്ങൾ മുമ്പിൽ സെയിം ആയിട്ടുള്ള ചിഹ്നങ്ങളായിട്ട് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓരോ കുറയ്ക്കുമ്പോഴാണ് ഒരു ക്യാൻസൽ ആയി പോവുക, 0 ആയിട്ട് മാറുക. അപ്പൊ നമുക്കിവിടെ ഇതിനെ ക്യാൻസൽ ആക്കാം. കാരണം ക്യാൻസൽ ആക്കിയാലാണ് ഇത് ചെയ്യാൻ എളുപ്പമാവുക. ക്യാൻസൽ ആക്കാൻ എന്താ, സെയിം ആയിട്ടുള്ള ആൾക്കാരാണ് മുമ്പുള്ള ചിഹ്നങ്ങൾ സെയിം ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷനുകളും കുറയ്ക്കാൻ വേണ്ടത്. ആദ്യത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കാണ് വേണ്ടത്. ഒന്നാമത്തേന്ന് രണ്ടാമത്തെ കുറയ്ക്കാം. കുറയ്ക്കുമ്പോ എങ്ങനെ കുറയ്ക്കുക? ഈക്വൽ ടുവിന്റെ ഇടത് ഭാഗത്തുള്ളത് എല്ലാം കൂടെ കുറയ്ക്കുക, വലത് ഭാഗത്തുള്ളതും വലത് ഭാഗത്തുള്ളതും തമ്മിൽ കുറയ്ക്കാം. ഈക്വേഷന്റെ ഇടത് ഭാഗത്തുള്ളതും ഈക്വേഷൻ ഇടത് ഭാഗത്തുള്ളതും ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. അതുപോലെ ഈക്വേഷൻ വലത് ഭാഗത്തുള്ളതും ഈക്വേഷൻ വലത് ഭാഗത്തുള്ളതും ഇത് രണ്ടും കൂടെ കുറയ്ക്കാം കേട്ടോ. രണ്ടും കൂടെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ കുറച്ചാൽ എന്താവുക? രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാല് ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാല് 10a 3a കുറച്ചാൽ 10 ന്ന് 3 പോയാൽ 10a 3a കുറച്ചാൽ ബാക്കി 7a അല്ലെ? 10 പോയി ബാക്കി 10a 3a പോയി ബാക്കി 7a അല്ലെ? അപ്പൊ ഇത് വരിക 7a ആണ്. 4b 4b പോയാൽ എന്താ വരിക? 4b 4b പോയാല് 0 ആയിട്ട് മാറും അല്ലെ? 4b 4b പോയാല് 0 ഈക്വൽ ടു. അപ്പൊ ഈക്വലിന്റെ ഇപ്പോഴത്തുള്ള ആൾക്കാർ നമ്മൾ കുറച്ചു. 10 ന്ന് 3 പോയാൽ 7, 4 ന്ന് 4 പോയാൽ ബാക്കി 0. ഒരു ക്യാൻസൽ ആയി പോയി അല്ലെ? ഇനി ഇവിടെ എന്താ ഉള്ളത്? 120 85 ആണത്. ഇവിടെയുള്ള ആൾക്കാർ കുറയ്ക്കുമ്പോ ഈക്വലിന്റെ അപ്പുറത്തുള്ള ആൾക്കാരും കുറയ്ക്കണം. 120 85 കുറച്ചാൽ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 15 35 കിട്ടും. സെറ്റ്. 120 85 കുറച്ചാല് 35. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ഫുൾ ആയിട്ട് കുറച്ചു. ഇവിടെ എന്ത് ബാക്കി കിട്ടി? ഇവിടെ 7a എന്ന് കിട്ടി. ഇവിടെ കുറച്ച് ഇവിടെ 35 കിട്ടി. അപ്പൊ 7a എന്ന് വെച്ചാല് 35 നമുക്ക് സാരം. 7a + 0 ഒരു നമ്പറിലോട്ട് 0 കൂട്ടിയാൽ എന്താ നമ്പറിന് വരിക? അപ്പൊ 7a 0 കൂട്ടിയാൽ എന്താ? 7a അല്ലെ? അപ്പൊ 7a എന്ന് വെച്ചാല് 35 നമുക്ക് കിട്ടി. 7a 35 ആണെങ്കിൽ a എന്താ വരിക? കണ്ടോ? ബി ക്യാൻസൽ ആയി പോയോണ്ട് എ മാത്രം കാണാൻ ഇപ്പൊ എളുപ്പമായി. അതുകൊണ്ട് നമ്മൾ ഒരാളെ ക്യാൻസൽ ആക്കുന്നത് കേട്ടോ. രണ്ടാൾ ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് ഉത്തരം കാണാൻ എന്താ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒരാളെ മാത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് മറ്റാളെ ക്യാൻസൽ ആക്കുന്നത്, മറ്റാളെ 0 ആക്കുന്നത്, സെയിം ആക്കിയിട്ട് 0 ആക്കുന്നത്. അപ്പൊ ഇവിടെ എ കാണാൻ എന്താ ചെയ്യാ? 7a എന്ന് വെച്ചാൽ 35 ആണെങ്കിൽ എ എന്താ വരിക? 35/a വരിക. കാരണം എന്താ? ഇതിൽ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നമാണത്. 7a എന്ന് വെച്ചാൽ a × a ആണ് അല്ലെ? ഒരു നമ്പറിൽ എത്ര അടുത്തടുത്ത് വരികയാണെങ്കിൽ ഇടയിൽ മൾട്ടിപ്ലിക്കേഷൻ ചിഹ്നം ഉള്ള കാര്യം മാഷ് പറഞ്ഞു. 7a എന്ന് വെച്ചാൽ a × a ആണ്. അപ്പൊ 7a × a എന്നുള്ള അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ a ആയിട്ട് മാറും അല്ലെ? a എന്ന് വെച്ചാൽ 35 ഡിവൈഡ് ബൈ 7 × 7 അങ്ങോട്ട് പോയാൽ ഡിവൈഡ് ബൈ 7. ഏത് സാധനം ഈക്വലിന്റെ അപ്പുറത്ത് പോകുമ്പോൾ ഓപ്പോസിറ്റ് ചിഹ്നമായിട്ടാണ് മാറുക. ഇൻറ്റുവിന്റെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് ഡിവിഷൻ, പ്ലസിന്റെ ഓപ്പോസിറ്റ് ചിഹ്നമാണ് മൈനസ്. അങ്ങനെ ആലോചിക്കാം. അപ്പൊ × 7 അപ്പുറത്ത് പോയാൽ ഡിവൈഡ് ബൈ 7 ആവും. 35 ഡിവൈഡ് ബൈ 7 എന്താണ് വരിക? 35 ഡിവൈഡ് ബൈ 7 5 ആണ് വരിക. അപ്പൊ a എന്ന് വെച്ചാൽ 5 ആണ് നമുക്ക് കിട്ടും. a 5 ആണ് കിട്ടി അല്ലേ? ഈ a എന്തായിരുന്നു? നമ്മുടെ പെൻസിലിന്റെ പൈസ ആയിരുന്നു. അപ്പൊ പെൻസിലിന്റെ പൈസ 5 ആണ് കിട്ടി. പെൻസിലിന്റെ പൈസ 5 ആണെന്നുള്ള കാര്യം കിട്ടി. ചോദ്യത്തിൽ എന്താ ചോദിച്ചത്? വാട്ട് ഇസ് ദ കോസ്റ്റ് ഓഫ് 1 പെൻസിൽ? പെൻസിലിന്റെ പൈസ എന്താ തന്നെയായിരുന്നു ചോദിച്ചത്. പെൻസിലിന്റെ പൈസ എന്താ? 5 രൂപ. ശരി. ഇനി പെൻസിലിന്റെ പൈസ നമുക്ക് കിട്ടി. ഇതിന് പാനിയുടെ പൈസ കിട്ടാൻ എന്തെങ്കിലും വഴി ഉണ്ടോ? ഉണ്ട്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നോക്കാം. ഞാൻ ഈ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കാം. 3 പെൻസിലിന്റെയും 4 പേനയുടെയും പൈസ 85 പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചോദ്യത്തില്. അതായിരുന്നു രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ എഴുതിയത് അല്ലെ? 3 പെൻസിലിന്റെ പൈസയും 4 പേനയുടെ പൈസയും 85. ഇതിലിപ്പോ പെൻസിലിന്റെ പൈസ നമുക്കറിയാം. എന്താ നമുക്കറിയാം? എന്താണ്? 5 ആണ്. അപ്പൊ 3 5 അതാണ് 3a അല്ലെ? പെൻസിലിന്റെ പൈസ എന്താണെന്ന് നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 5 ആണ്. അപ്പൊ 3 × എന്നുള്ളത് എന്താ? 3 × 5 ആയിട്ട് മാറും അല്ലെ? 3 × 5 4 പേനയുടെ പൈസ കിട്ടിയ 85. ഒരു ചോദ്യത്തില് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തതിന് ശേഷം പ്ലസ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആദ്യം ആലോചിക്കാം. അപ്പൊ ഇതില് 3 × 5 ഉണ്ട്. അങ്ങനെയെങ്കിൽ അത് ആദ്യം ചെയ്യാം. എന്നിട്ട് ഈ പ്ലസ് ഒക്കെ നോക്കിയാൽ മതി. ഇപ്പൊ 3 × 5 ഉണ്ട്. 3 × 5 എന്താ? 15 ആണ്. 15 +
4b = 85 കിട്ടും. ഈ 15 ഇപ്പുറത്തോട്ട് പോയാൽ എന്താവും? ഇവിടെ 15ഉം 4b തമ്മിൽ കൂട്ടുക അല്ലേ? അല്ലെങ്കിൽ ഈ 15ന് മുമ്പിലുള്ള ചിഹ്നം പ്ലസ് ആണെന്ന് നമുക്ക് പറയാം. ഏറ്റവും മുമ്പുള്ള നമ്പറിന്റെ മുമ്പിൽ ചിഹ്നമൊന്നും ഇല്ലെങ്കിൽ മുമ്പിൽ ശരിക്കും പ്ലസ് ചിഹ്നം നടത്തും. മൈനസ് ചിഹ്നം ഇട്ട് കൊടുക്കും. ഏറ്റവും മുമ്പുള്ള നമ്പർ മുമ്പിൽ പ്ലസ് ചിഹ്നം ഇട്ട് കൊടുക്കില്ല. അറിയുന്നവരുണ്ടായിരിക്കും. എന്തായാലും +15 ഈക്വലിന്റെ അപ്പുറത്തോട്ട് പോയാൽ -15 ആവും. പക്ഷെ നേരത്തെ പറഞ്ഞു ഇന്റുവിന്റെ ഓപ്പോസിറ്റ് ഡിവിഷൻ ആണ്, പ്ലസിന്റെ ഓപ്പോസിറ്റ് മൈനസ് ആണ് അല്ലെ? ഈക്വലിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ ചിഹ്നങ്ങൾ ഓപ്പോസിറ്റ് ആവും. +15 ഇപ്പുറത്തോട്ട് പോകുമ്പോൾ -15 ആവും. അതായത് +15 നേരെ പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -15 ആയിട്ട് മാറും. അങ്ങനെ അയച്ചാൽ ഇപ്പൊ 4b എന്ന് വെച്ചാൽ 85 - 15 ആണ്. 85 - 15 എന്താണ് വരിക? 85 15 കുറച്ചാല് 70 വരും. 4b എന്ന് വെച്ചാല് 70 ആണ് കിട്ടും. 4 പേനയുടെ പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പേനയുടെ പൈസ കാണാൻ എളുപ്പമാണ്. അത് b 70 ആണെങ്കിൽ b 70 / 4 ആയിരിക്കും. സിമ്പിൾ അല്ലേ? 70 / 4 ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രാക്ഷൻ ഒക്കെ വരും. അപ്പൊ ഇതുപോലെ ഉള്ളൂ. ഒക്കെ സിമ്പിൾ ആണ് സാധനം. നമ്മൾ എന്താണ് ചെയ്യുന്നത് ഐഡിയ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്താണ് ഐഡിയ? അതില് ഒരാൾ സെയിം ആക്കാം. ഒന്നെങ്കിൽ പെൻസിലുകൾ എണ്ണം പേനയുടെ എണ്ണമാണ് ചോദ്യത്തിലുണ്ടെങ്കിൽ എപ്പോഴും പെൻസിലും പേനയും ആയിരിക്കണം എന്നില്ല ചോദ്യത്തില്. പെൻസിലും പേനയാണെങ്കിൽ ഒന്നെങ്കിൽ പെൻസിലുകൾ എണ്ണം സെയിം ആക്കാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ പേനകൾ എണ്ണം സെയിം ആക്കാൻ വേണ്ടി നോക്കുക. സെയിം ആക്കിയ ആളെ നമുക്ക് ക്യാൻസൽ ആക്കാൻ വേണ്ടി കഴിയും, 0 ആക്കാൻ വേണ്ടി കഴിയും. അപ്പൊ മറ്റേ ആൾ മാത്രം എത്ര കാണാൻ എളുപ്പമാണ്. അങ്ങനെയാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇതൊക്കെ നമ്മുടെ ആപ്പിലുള്ള ചോദ്യങ്ങളാട്ടോ. നമ്മുടെ ആപ്പിലെ എക്സാം ടൈം ചെറുതായിട്ട് ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 9ാം ക്ലാസ്സുകാർക്ക്. മാത്സ് ഇപ്പോൾ പ്രത്യേകിച്ച് ടഫുള്ള ആൾക്കാരാണ് 9ാം ക്ലാസ്സുകാരെ. അവർക്ക് വേണ്ടി പ്രത്യേക ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് എക്സാമ്പിളും ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാൻ ഡിസ്കഷൻ ഒക്കെ നമ്മുടെ ആപ്പിൽ നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യണം. ടോപ്പ് സ്കോറേഴ്സിന്റെ സീക്രട്ട് മാഷ് നേരത്തെ പറഞ്ഞു, മാക്സിമം ചോദ്യങ്ങൾ ഒരു ചെയ്ത് നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരിക്കും. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഒരു ചെയ്തിട്ടുണ്ടായിരിക്കും. അതാണ് ഫുൾ മാർക്ക് കിട്ടാനുള്ള സീക്രട്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും കോഴ്സിൽ ആപ്പിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ചധികം ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കണം, അതിന്റെ ഉത്തരങ്ങൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ട്രിക്കുകളും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാം. കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കിന് കൂടെ ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ കിട്ടുന്ന ഒരു ചെറിയ സാധനം കൂടെ മാഷ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള നോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് താഴെ കമന്റ് ബോക്സിൽ ഫ്രീ നോട്ട്സ് പറഞ്ഞിട്ട് ലിങ്ക് കാണാം. എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 9ാം ക്ലാസ് സെലക്ട് ചെയ്യാൻ പറ്റും. ആ ലിസ്റ്റ് തന്നെ ഏറ്റവും മുകളിലായിട്ട് നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ക്ലിക്ക് ചെയ്തിട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നുള്ള മെസ്സേജ് അയക്കുക. അപ്പൊ നേരെ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ വിചാരിക്കും മാക്സിമം ചോദ്യങ്ങളും ഡെയിലി എക്സാം ഒക്കെ ആകുമ്പോൾ ഒരുപാട് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരുപാട് പൈസ ആവില്ലോ എന്നൊക്കെ. ഇല്ല, 149 രൂപക്ക് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ എക്സാം ടൈം ഫുള്ള് അതിലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏത് ദിവസത്തെ ചോദ്യങ്ങൾ വേണമെങ്കിലും എക്സാം ആയിട്ട് ചെയ്ത് നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ അതിന്റെ ഉത്തരത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പോരാത്തതിന് വീഡിയോ ആയിട്ടും അതിനകത്തുണ്ടായിരിക്കും. അപ്പൊ പഠിക്കാം, മാക്സിമം ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. എല്ലാത്തിനും ട്രിക്കുകളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരിക്കും. അപ്പൊ എന്തായാലും ഈ എക്സാമിന് ഫുൾ മാർക്കിലോട്ട് എത്താം കേട്ടോ. അപ്പൊ എന്തായാലും ഈ വീഡിയോ മാഷോട് അവസാനിപ്പിക്കുകയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ലൈവ് ഒക്കെ മാഷ് വരുന്നുണ്ടായിരിക്കും. തൽക്കാലം മാഷ് പോവാണ്. ബൈ ബൈ.